എറണാകുളം കലൂരിൽ രാത്രി നടക്കാനിറങ്ങിയ പെൺകുട്ടികളെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി അക്ബർ പെൺവാണിഭം നടത്തിയിരുന്നുവെന്ന് പോലീസ്. മുറികൾ വാടകയ്ക്കെടുത്ത് യുവതികളെ പാർപ്പിച്ചായിരുന്നു ഇയാൾ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചത്. കേസിൽ പിടിയിലായ മറ്റു പ്രതികളും ഇതേ കെട്ടിടത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നതെന്നും പോലീസ് പറയുന്നു. നാസർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നാസർ, എന്താണ് പോലീസ് ഇപ്പോൾ ഇതിനകത്ത് കണ്ടിട്ടുള്ള പുതിയ സംഗതികൾ? നിഷാദ്, കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നടക്കാനിറങ്ങിയ യുവതികൾക്ക് നേരെ ഈ അക്രമികൾ അക്രമം അഴിച്ചുവിട്ടത്. ഇതിന് പിന്നാലെ ഇവർ പരാതിപ്പെടുകയായിരുന്നു. ഈ കേസിലാണ് ഇപ്പോൾ പ്രധാന വഴിത്തിരിവിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് ഇതിലെ മുഖ്യ പ്രതിയായിട്ട് പോലീസ് സംശയിക്കുന്ന അക്ബർ എന്നുള്ള വ്യക്തി, അദ്ദേഹം കൊച്ചി കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടത്തിയിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതായത് ഇതിനായി ഇദ്ദേഹം ഒരു 3 നില കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുണ്ട്. അതിൽ 5ഓളം മുറികളിൽ യുവതികളെ പാർപ്പിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹം ഈ ബിസിനസ് മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഇതിൽ മലയാളികൾ കൂടാതെ തമിഴ്നാട് സ്വദേശിയുണ്ട്, 2 ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാരുണ്ട് എന്നിവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇയാൾ ലൈംഗിക ചൂഷണം ചെയ്ത് പണം സമ്പാദിച്ചിരുന്നത്. ഇയാൾക്കൊപ്പം കേസിൽ പിടിയിലായ 3 പ്രതികൾ ഈ ഫ്ലാറ്റിൽ തന്നെ മുകളിലൊരു നിലയിലായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ടതോടുകൂടി ഇതറിഞ്ഞ് ഈ ഫ്ലാറ്റ് അടച്ച് അവിടെ രക്ഷപ്പെടുകയായിരുന്നു. ഇവരുടെ അവസാന ഫോൺ സിഗ്നൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന പാലക്കാട് ഭാഗത്തു നിന്നാണ്. ഇദ്ദേഹം മണ്ണാർക്കാട് സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ആ പരിസരങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ച് പ്രത്യേക ഒരു അന്വേഷണ സംഘം അവർക്കായി വലവിരിച്ചിട്ടുണ്ടെന്നാണ് നമുക്കറിയുന്നത്. നോർത്ത് പോലീസ് എന്തായാലും അവിടെ പാർപ്പിച്ചിരുന്ന യുവതികളിലേക്കും അന്വേഷണം നീളുന്നുണ്ട്. എന്നാൽ അവസാനമായി മരട് ഭാഗത്തു നിന്നാണ് ഇവരുടെ ഫോൺ സിഗ്നൽ നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പ്രതികളിലേക്ക് എത്താൻ കഴിയുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലയിൽ റെസിഡൻസ് അസോസിയേഷൻ എല്ലാം ഈ സംഭവത്തിന് ശേഷം വലിയ രീതിയിൽ പ്രതിഷേധമായി എത്തിയിട്ടുണ്ട്. അവിടെ ഫ്ലെക്സ് സ്ഥാപിക്കുകയും ഇവിടെ ഇത്രയും വിഷയങ്ങൾ നടക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ ജനങ്ങൾ ശക്തമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യും എന്നുള്ള രീതിയിലുള്ള ഫ്ലെക്സുകളും ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിഷാദ്.